മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ഏഴാമത്തെ സീസണിൽ ഈ ഒരു സീസണിൽ ഒരു വാക്ക് ഉണ്ടായി വന്നിരിക്കുകയാണ് വേട്ടമൃഗം. അതായത് റീ എൻട്രിക്ക് ശേഷം എല്ലാവരും ഒന്നോ രണ്ടോ പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും വേട്ടയാടാൻ വേണ്ടി മാത്രം വന്നു. ഈ കിട്ടിയ ഒരു 4-5 ദിവസം കൊണ്ട് അവളെ തറ പറ്റിക്കണം എന്ന് മാത്രം പ്രതിജ്ഞ എടുത്തു വന്നവർ. അത് ഇത്രത്തോളം വരും എന്നും ഇത്രയും ഇമ്പാക്റ്റ് പുറത്തുണ്ടാകുമെന്നും ഈ കയറിപ്പോയവർ പോലും അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. ഏതായാലും ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അനുമോളിനെയും അതുപോലെ തന്നെ നെവിനെയും ആ പരിസരത്തൊക്കെ കാണുന്നത് വളരെ കുറവാണ്. എങ്കിലും കയറിപ്പോയവരുടെ പ്ലാനിങ്ങും പോയവർ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ഇഷ്യൂവും അതിനുശേഷം അങ്ങേയറ്റം ചീറ്റിപ്പോയ നനഞ്ഞു പൊട്ടിപ്പോയ ഒരു പടക്കവുമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇത് പറയാതെ ഇന്നത്തെ ദിവസം കണ്ടു തുടങ്ങാൻ ആർക്കും കഴിയത്തില്ല. ഇന്നലെ രാത്രി ഒരു സന്ധ്യ സംഭാഷണം സംഭവിച്ചു. എന്തിന് നമുക്ക് നോക്കാം. അപ്പോൾ സീരിയൽ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇന്നലത്തെ ദിവസം ലൈവ് അപ്ഡേറ്റിനകത്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പാനി മെനഞ്ഞാന്ന് രാത്രിത്തെ വഴക്കിന് ശേഷം അപ്പാനി വന്ന് കുറേ നേരം അനുമോളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നതും എല്ലാം ഉണ്ടായിരുന്നു. അനുമോള് പലയിടങ്ങളിലായിട്ട് അനുമോളുടെ അവസ്ഥ, അനുമോളുടെ പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. PR-ന്റെ കാര്യം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അനുമോൾക്ക് PR ഉണ്ട്, അനുമോൾ അത് എല്ലായിടത്തും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതുവരെ അവിടെ എല്ലായിടത്തും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു റിപ്പീറ്റ് അടിച്ച് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അതൊന്നും ഇന്നലത്തെ എപ്പിസോഡിൽ വന്നില്ല. പകരം അനുമോളെ കുറിച്ച് ഇന്നലെ വന്ന ഒരു വലിയ അലിഗേഷൻ ഉണ്ട്. അനുമോളുടെ PR പല മത്സരാർത്ഥികളുടെയും വീട്ടുകാരുടെ മെസ്സേജിൽ, അതായത് കമന്റ്സിലായിക്കോട്ടെ ഡയറക്റ്റ് മെസ്സേജിലായിക്കോട്ടെ ഒക്കെ അങ്ങേയറ്റം മോശം ചീത്ത വിളിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യം, അതായത് അനുമോളുടെ PR എന്നാണ് പറയുന്നത്, അനുമോളല്ല അനുമോളുടെ PR എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഇതില് ഏറ്റവും കൂടുതലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ആദില നൂറ മെയിൻ ആയിട്ട്. കാരണം അവർക്ക് പുറത്ത് എന്ത് സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് ഒട്ടും മനസ്സിലാക്കാൻ കഴിയാതെ ഫാമിലിയോ അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ഒരു ഫ്രണ്ടിനെ ഒന്നും ഏൽപ്പിച്ചിട്ടൊന്നും അല്ല ഇവർ വന്നിരിക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല ആദിലയ്ക്കും നൂറയ്ക്കും പുറത്തുള്ള സപ്പോർട്ടിനെ കുറിച്ച് ഇപ്പൊ ഈ പുറത്തിരിക്കുന്നവർക്കും അറിയാം. പിന്നുള്ളത് അക്ബറിന് കപ്പ് കിട്ടുകയും വേണം, എന്നാൽ ആരെങ്കിലും ഒന്ന് കുരുതി കൊടുക്കാൻ വേണ്ടി കൂടെ നിർത്തുകയും വേണം എന്ന് കണ്ടപ്പോഴാണ് ആദിലയുടെയും നൂറയുടെയും പേരെടുത്തിട്ട് ഈ പുറത്തു നിന്ന് വന്നവർ എടുത്തിട്ടിരിക്കുന്നത്.